മുഹമ്മദ് നബി ഈ ലോകത്തോട് വിട പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താ അറിയോ? ഞാൻ മരിച്ചിട്ട് എന്നെ ഖബറടക്കിയ ആ ഖബർ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാകരുത്. ഖബറിടം ആരാധിക്കപ്പെടുന്ന ബിംബമാകുക. കോട്ടയത്തിലെ ഭരണിങ്ങാനത്ത് ഒരു മഹദിയുണ്ട്, അവരിന്ന് ആരാധിക്കപ്പെടുന്നു. വേദം നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. സൂര്യനെ നിങ്ങൾ നോക്ക്, ഇന്ന് വരെ സൂര്യന്റെ സഞ്ചാരത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചോ? വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം 38-ാമത്തെ വചനം, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. വിശുദ്ധ ഖുർആൻ പറയാണ്, സൂര്യൻ ഒരു നിശ്ചിതമായ പദമേഖലയിലൂടെ വകുല്ലും ഫീ ഫലഖിൻ യസ്ബഹൂൻ, അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ സൂര്യൻ നീന്തി തുടിക്കുന്നു. സ്വിമ്മിംഗ് മോഷൻ, ഒരു കുളത്തിൽ നീന്തുന്നത് പോലെ, നമ്മളിങ്ങനെ നീന്തുന്നത് പോലെ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് മോഡേൺ സയൻസ് പറയുന്നു, ഖുർആൻ പറയുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാം, ഖദ്ദർന, ഒരു കൃത്യമായ കണക്കനുസരിച്ച് 6:30 ഉദിക്കേണ്ട സൂര്യൻ ഒരിക്കലും 6:29 ഉദിച്ചില്ല, 6:31 ഉദിക്കാതിരുന്നില്ല. ഇസ്ലാമിന്റെ ചോദ്യം, ഖുർആനിന്റെ ചോദ്യം, ഇങ്ങനെ കണിശമായി പ്രപഞ്ചത്തെ നിലനിർത്തിയ സാക്ഷാൽ ഈശ്വരനോട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ എന്ത് നഷ്ടപ്പെടാനുണ്ട്? നിങ്ങളുടെ ഹാർട്ടിനെ സംവിധാനിച്ച, നിങ്ങളുടെ ലിവറിനെ സംവിധാനിച്ച, നിങ്ങളുടെ സെറിബ്രത്തെ സംവിധാനിച്ച, നിങ്ങളുടെ മുച്ചൂടും സംവിധാനിച്ച ആ സംവിധായകനോട്, ലോകത്തിന്റെ നാഥനോട്, സുനാമികളെ കൺട്രോൾ ചെയ്യുന്ന, കത്രീനകളെ കൺട്രോൾ ചെയ്യുന്ന, ലോകത്തെ പൊടിപടലങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ലോകത്തിന്റെ അധിപതിയായ ആ ഏകനായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്തോത്രത്തിലെ മനോഹരമായ ശ്ലോകം, ത്വമേകം ശരണ്യം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏകനായ ദൈവത്തോടാണ്, ഞാൻ ആരാധിക്കുന്നത് ഏകനായ ദൈവത്തോടാണ്. കാരണം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാപ്രപഞ്ചത്തിന്റെ സംവിധായകൻ നീയല്ലയോ മഹാപ്രപഞ്ചത്തിന്റെ നായക? ഉണ്ടോ? വിശുദ്ധ ഖുർആൻ ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. വിശുദ്ധ ഖുർആൻ പറയാൻ, ഏതൊരു സൃഷ്ടാവാണോ നിന്നെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിലേക്ക് നീ നിന്നെ സമർപ്പിക്കുക വഴി നീ മുസ്ലിമായി തീരുന്നു എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം 30-ാമത്തെ വചനം. മുസ്ലിം എന്ന് നിങ്ങളൊക്കെ കേൾക്കുന്നു. ബാഡ് മുസ്ലിം, ഗുഡ് മുസ്ലിം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ, അല്ലേ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. താടി നീട്ടിയവൻ ബാഡ് മുസ്ലിം, അല്ലേ? ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമുള്ളവൻ ബാഡ് മുസ്ലിം, ഒന്നുമില്ലാത്തവൻ ഗുഡ് മുസ്ലിം എന്നൊരു കൺസെപ്റ്റ് ലോകത്തെ മീഡിയകൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ട് ലോകത്തിലെ മീഡിയകൾ. അവിടെ നമ്മൾ ഓരോന്നിനെ കുറിച്ചും ആലോചിക്കുമ്പോൾ ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുള്ള ഈ വിഷയങ്ങളിലെല്ലാം നിങ്ങൾ പരിശോധിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ദൈവവിശ്വാസത്തിന്റെ കാര്യം മാത്രമല്ല, വേദഗ്രന്ഥത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനതിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്ന പദം കുറിക്കുന്നത് എന്തിനെയാണ്? ഞങ്ങൾ വാദിക്കില്ല, ന്യായമായി പറയുന്നു, സൂര്യൻ മുസ്ലിമാണ്. സൂര്യൻ ഹിന്ദുവല്ല, സൂര്യൻ ക്രിസ്ത്യാനിയല്ല, സൂര്യൻ ജൈനനല്ല, സൂര്യൻ ബുദ്ധനല്ല, അല്ല, സൂര്യൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, സൂര്യൻ നിരീശ്വരവാദിയല്ല. ഈ ലോകത്ത് ആകാശം മുസ്ലിമാണെന്ന് ഞങ്ങൾ പറയും, ഭൂമി മുസ്ലിമാണെന്ന് ഞങ്ങൾ പറയും, നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നു, മാധവന്റെ ഹൃദയം മുസ്ലിമാണെന്ന് ഞാൻ പറയും, മാധവന്റെ ഹാർട്ട് മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നു, മാധവന്റെ കിഡ്നി മുസ്ലിമാണെന്ന് ഞാൻ പറയും. ഈ ലോകത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ട്? കാരണം ദൈവത്തിന്റെ വിധിക്ക് അവയൊക്കെ വിധേയമാകുന്നു, മനുഷ്യന്റെ മനസ്സൊഴികെ. മനുഷ്യന്റെ മനസ്സിനെയും ദൈവത്തിന് വിധേയമാക്കുമ്പോൾ അവൻ മുസ്ലിമായി തീരുന്നു. അഥവാ മുസ്ലിം എന്നത് ഒരു കമ്മ്യൂണിറ്റിയെ കുറിക്കുന്ന പദമല്ല, ഒരാശയത്തെ കുറിക്കുന്ന പദമാകുന്നു എന്ന വസ്തുത നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് തിരിച്ചറിയണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റിയെ വേർതിരിക്കുന്ന ഒരു പദപ്രയോഗമല്ല. ജീവൽ ഗന്ധിയായി ദൈവത്തിൽ തന്നെ സമർപ്പിക്കുക വഴി മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, പലിശക്ക് കൊടുക്കാത്ത, പലിശ വാങ്ങാത്ത, സ്ത്രീ സൗന്ദര്യം വിറ്റ് കാശാക്കാത്ത,
ആളുകളെ ചൂഷണം ചെയ്യാത്ത, പരദൂഷണം പറയാത്ത, മറ്റൊരുത്തന്റെ ന്യൂനത മറച്ചുവെക്കുന്ന മഹാസാത്വികനായ ഒരു വ്യക്തി അവനാകുന്നു മുസ്ലിം. ആ മുസ്ലിമിൻ ദൈവത്തെ അല്ലാതെ അവൻ ആരാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിസ്കരിച്ച നമസ്കാരത്തിൽ ഒരു പ്രഖ്യാപനമുണ്ട് ദൈവത്തോട്. ഇന്ന സ്വലാത്തി, എന്റെ ഈ നമസ്കാരം, വനുസുക്കി, എന്റെ വഴിപാടുകൾ, വമഹിയായ വമമാത്തി, എന്റെ ജീവിതം, എന്റെ മരണം, ലോകങ്ങളുടെ തമ്പുരാനെ നിനക്കാണ്. കണ്ടോ, ഗുരുവായൂരപ്പ നിനക്കാണ്, ഉള്ളാളം നിങ്ങളെ നിങ്ങൾക്കാണ്, മൊയ്തീൻ ഷേഖെ നിങ്ങൾക്കാണ്, മുഹമ്മദ് നബിയെ നിങ്ങൾക്കാണ്. അല്ല, ലോകത്തിന്റെ സിട്ടാവ്, സകല ചരാചരങ്ങളെയും പടച്ച ലോകത്തിന്റെ സിട്ടാവ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത്, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിച്ചുകൂടെ എന്ന ലളിതമായൊരു ചോദ്യമാണ് ഈ വിഷയത്തിന്റെ മർമ്മഭാഗം. വേദഗ്രന്ഥങ്ങൾ ഇതാ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയിൽ രാജഗുഹയോഗത്തിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവ്യക്തം വ്യക്തി മാപന്യം മന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ പ്രാപിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മനുഷ്യരൂപം പ്രാപിച്ച് വരിക എന്നത് ആ ദൈവത്തിന് ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. ആ ദൈവം മേഘനും പ്രപഞ്ചാതീതനും ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവനും ആ സംവിധായകന്റെ സൃഷ്ടികളാകുന്നു ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരും. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. ഇതൊരു സങ്കല്പമാണ്, ഇത് യാഥാർത്ഥ്യമല്ല. വേദം പ്രൊമോട്ട് ചെയ്തൊരാശയമല്ല, അത് സവർണ മേധാവിത്വം പഠിപ്പിച്ചൊരു കാര്യമാണ്. തദീഹ രമണീയാം ചരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണ യോനി വസുകരയോനി ചണ്ടാലയോനി വൈശ്യയോനി എന്നത് ചന്തോക്കുപനിഷത്തിൽ കടന്നുകൂടിയതാണ്. അല്ലാതെ ദൈവം വ്യത്യസ്തരായി സൃഷ്ടിച്ചിട്ടില്ല. ഇസ്ലാം പറയുന്നത് വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, അല്ലയോ മനുഷ്യരെ. കണ്ടോ, അല്ലയോ മുസ്ലിങ്ങളെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ എന്നല്ല, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞ ഘടകം എന്താണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക, ദൈവം ഉദ്ദേശിച്ച രൂപത്തിൽ നിങ്ങൾക്ക് അവൻ സൃഷ്ടി നൽകി. കറുത്തവനും വെളുത്തവനും ദൈവത്തിന്റെ തീരുമാനമാണ്. വളരെ വ്യക്തമായി ഞാനിതിനെ ഇങ്ങനെ പറയുന്നു. ആദം ഹവ്വ ദമ്പതികൾ, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ തറവാട്, ആ തറവാട്ടിലേക്കുള്ള മടക്കമാണ് ഇവിടുത്തെ ശ്രമം. ഏത് തറവാട്? നന്മയുടെ തീരം ഉൾക്കൊള്ളുന്ന ഏകനായ പടച്ചതമ്പുരാന്റെ അടിമയായ ആദിമ പിതാവായ നമ്മുടെ അച്ഛനായ ആദമിലേക്ക്, നമ്മുടെ അമ്മയായ ഹവ്വായിലേക്ക്, അവരുടെ മക്കളാ നമ്മളൊക്കെ 714 കോടി മനുഷ്യരും ആദമിന്റെ മക്കളാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. എന്താ ഇവിടെ പറയുന്നത്? കുലിയ അഹിലൽ കിതാബി, അല്ലയോ വേദക്കാരെ, ക്രൈസ്തവരെ, നോക്കൂ, ശത്രുതയല്ല, വിദ്വേഷമല്ല, നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ, പോവിടുന്ന് എന്ന് പറയല്ല. കുലിയ അഹിലൽ കിതാബി തആലൗ, വരൂ, ജോസേ വാ, ജോർജേ വാ, നീ ഇങ്ങോട്ട് വാ. ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന്റെ ചുറ്റിലും ഇരുന്നിട്ട് പറയാം, അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ആരാ അല്ലാഹു? അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും. ആരാ അല്ലാഹ്? നിങ്ങളെ സൃഷ്ടിച്ചവൻ, മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചവൻ. ഇനി ഞാൻ നിങ്ങളോട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കുന്നു. ശ്രീരാമൻ സൃഷ്ടിച്ച വല്ല ഹിന്ദുവും ഈ ലോകത്തുണ്ടോ? ശ്രീരാമൻ സൃഷ്ടിച്ച വല്ല വസ്തുവും ഈ ലോകത്തുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെങ്കിലും അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ് ഖുർആനിന്റെ. ഒരു ഈച്ചയെങ്കിലും അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? 22-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിലെ ചോദ്യമാണ്. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറയാൻ, മാ യംലികൂന മിൻ കിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ, ഈത്തപ്പഴക്കുരു കണ്ടില്ലേ, അതിന്റെ മുകളിൽ ഒരു നേരിയ വെളുത്ത പാടയുണ്ട്, അതുപോലും അവർ അധീനപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. വല്ലാത്തൊരു പ്രയോഗം, ചിന്താദീപകമായ ഒരു പ്രയോഗം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ലോകത്തെ മുഴുവനും സംവിധാനിച്ച ആ സംവിധായകനിലേക്ക് നമുക്ക് മടങ്ങാം.
ഈ ലോകത്തിന്റെ സിട്ടാവിലേക്ക് നമുക്ക് മടങ്ങാം. നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് ഹൃദയം നൽകിയ, നമുക്ക് ആവശ്യമായ എല്ലാം സംവിധാനിച്ചു തന്ന ആ പരമകാരുണ്യൻ ഒരു റിട്ടയർഡ് എഞ്ചിനീയർ എറണാകുളത്ത് ഇസ്ലാമിലേക്ക് വന്നു. ഒരു പ്രസംഗമായിരുന്നു അതിന് കാരണം. ആ പ്രസംഗത്തിലെ പ്രസക്തമായ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ 60 കൊല്ലം വായു ശ്വസിച്ചു, നിങ്ങൾ 60 കൊല്ലം വായു ശ്വസിച്ചു, നിങ്ങളുടെ ദൈവം ശ്വസിച്ച വായുവിന് കൂലി വാങ്ങിയില്ല. ഒരാളെ പറഞ്ഞേക്കാൻ 60 കൊല്ലം ശ്വസിച്ച വായുവിന് ബില്ലിട്ടുകൊണ്ട് നമ്മളെല്ലാം കുടുങ്ങിപ്പോവും. എസ്റ്റേറ്റ് കണക്കിന് വിറ്റാലും അത് തീരില്ല. വെന്റിലേറ്ററിൽ കിടത്തി കൃത്രിമമായ ഓക്സിജൻ നൽകിയാൽ 1 മണിക്കൂറിന് 4000 കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ഹോസ്പിറ്റൽ വാങ്ങിയത്. 1 മണിക്കൂർ ശ്വസിച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, 60 കൊല്ലം ശ്വസിച്ച വായുവിന് കരുണാമയനായ ദൈവം നമ്മളോടൊന്നും ചോദിച്ചില്ല. ഉണ്ടോ? നമ്മളോട് ചോദിച്ചോ? ആ കരുണാമയനായ പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മയൊക്കെ സൃഷ്ടിച്ച് നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്ന, നമുക്ക് വായു നൽകിയ, നമുക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളെ സംവിധാനിച്ച, ഫ്രൂട്ടിനെ, ധാന്യങ്ങളെ എല്ലാം സംവിധാനിച്ച, ഓരോന്നോരോന്നും ഓരോ കാര്യങ്ങളും സംവിധാനിച്ച കരുണാമയനായ പടച്ചതമ്പുരാനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തോന്നൽ ഇവിടെ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ കുറച്ച് ബ്ലഡ് എടുത്തു. അവർ എൻ്റെ ശരീരത്തിന്റെ മിക്ക അവയവങ്ങൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ടോ എന്ന് പഠിക്കാൻ. ആ ബ്ലഡിൽ നിന്ന് എൻ്റെ ഹാർട്ട് പെർഫെക്റ്റ് ആണെന്ന് അവർ പറയുന്നു. ആ ബ്ലഡിൽ നിന്ന് എൻ്റെ കിഡ്നിക്ക് ഒരു തകരാറുമില്ലെന്ന് അവർ പറയുന്നു. ആ ബ്ലഡിൽ നിന്ന് എൻ്റെ ലിവറിനൊരു തകരാറുമില്ലെന്ന് പറയുന്നു. ഇതെന്താണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്? ഞാൻ അപ്പോൾ ആലോചിച്ചൊരു കാര്യം, എൻ്റെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടോ എന്നറിയാൻ ഹാർട്ട് നെഞ്ച് കീറേണ്ട ഒരവസ്ഥയായിരുന്നു ദൈവം നമ്മളിൽ സന്നിവേശിപ്പിച്ചതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? 130 ഗ്രാം ഭാരമുള്ള കിഡ്നിക്ക് തകരാറുണ്ടോ എന്നറിയാൻ വയറ് കീറി കിഡ്നി പരിശോധിക്കണം എന്നതായിരുന്നു വ്യവസ്ഥയെങ്കിൽ എന്താകുമായിരുന്നു? ആലോചിക്കണം, ചിന്തിക്കണം. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ എന്തൊക്കെ അയാൾക്ക് കുഴപ്പമുണ്ട് എന്നറിയാനും കഴിയും വിധം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ബ്ലഡിൽ തന്നെ അതൊക്കെ തിരിച്ചറിയാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആ കരുണാമയനായ പ്രപഞ്ചത്തിന്റെ നാഥനിലേക്കാണ് മാനവകുലമേ നിങ്ങളെ ഈ പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങരുത്, വർത്തമാനം പറയരുത്. ഏകനായി ഒറ്റക്ക് ഏതെങ്കിലും ഒരു റൂമിന്റെ കോർണറിൽ നിന്ന് എന്റെ ജീവിതത്തിന് വല്ല അർത്ഥവുമുണ്ടോ? മരണത്തോടുകൂടി അവസാനിക്കുന്നതാണെങ്കിൽ ഗൾഫുകാർക്ക് എളുപ്പത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന ജീവിതമാണ് ഓരോ പ്രവാസിയുടെയും ജീവിതം. ഭാര്യ ഒരു പക്ഷേ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ടാകാം, മക്കളൊരു പക്ഷേ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ടാകാം, ഭാര്യ നമ്മളെ വഞ്ചിച്ചിട്ട് പോലും ഉണ്ടാകാം. എന്നിട്ടും അവർക്ക് വേണ്ടി ജീവിച്ചവരാണ് നമ്മൾ, കഷ്ടപ്പെട്ടവരാണ് നമ്മൾ, മരുഭൂമിയിലെ ചൂടും മരുഭൂമിയിലെ എല്ലാം അനുഭവിച്ചവരാണ് നമ്മൾ. കഴിഞ്ഞ 3 ദിവസമായി പൊടിക്കാറ്റേറ്റവരാണ് നമ്മൾ. ഉച്ചയിലെ കെട്ടിടത്തിന്റെ ഉച്ചസ്ഥായിയിൽ, അതിന്റെ സമ്മിറ്റിൽ സൂര്യൻ തലക്ക് മീതെ കത്തിച്ചൊലിക്കുമ്പോഴും വേർത്ത് കുളിച്ച് ദീനാറുകളെ സമ്പാദിച്ച് മക്കളെയും ഭാര്യയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഡ്രാഫ്റ്റായി അയച്ചു കൊടുത്തവരാണ് നമ്മൾ. ഇനി പറയൂ, അവർ നമ്മളെ വഞ്ചിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞില്ല, അവർ നമ്മളെ ചതിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞില്ല, അവർ നമ്മളെ ചൂഷണം ചെയ്ത് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ ജീവിച്ച് മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന് നമ്മുടെ ജീവിതത്തെ മുതലാക്കിയ അമ്മയും നമ്മെ വഞ്ചിച്ച ഭാര്യയും നമ്മളും മരണത്തോടുകൂടി തുല്യമാകുമെങ്കിൽ ആ ജീവിതത്തിന് എന്താണ് അർത്ഥം? നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. കഷ്ടപ്പെടുന്നവനും ദുരന്തം അനുഭവിച്ചവനും സത്യത്തിനു വേണ്ടി ജീവിച്ചവനും കേവലം ഏതോ ഒരു മുടി കൊണ്ടുവന്ന് ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങി ഖസ്റജിക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുകയും അത് നബിയുടെ മുടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കോടികൾ സമ്പാദിക്കുന്ന വ്യവസായത്തിന് നേതൃത്വം നൽകിയ മനുഷ്യനും മരണത്തോടുകൂടി തുല്യമാകാൻ പാടില്ല. സായിബാബയെ വിശ്വസിച്ചവരെ വഞ്ചിച്ച് കോടികളുടെ ആസ്തി സമ്പാദിച്ചു എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെങ്കിൽ സായിബാബയും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഏത് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവനും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതിന്റെ ആമുഖത്തിൽ ഏതൊരു പൗരനും നൽകുന്ന മൗലികാവകാശവും നീതിയും അത് ലഭിക്കുന്ന ഒരു ലോകമുണ്ടാകണം. മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെയും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും അനുഭവിച്ചവരും അതേപോലെ മറ്റുള്ളവരത് വെട്ടിപ്പിടിച്ച് ജീവിച്ചവരും തുല്യമായി കൂടാ എന്ന് നമ്മുടെ മനസാക്ഷി പറയുകയാണ്. 5 മക്കളുള്ള ഒരു അമ്മയുടെ 4 മക്കൾ അമ്മയെ ഉപദ്രവിച്ചു, 5ാമൻ അമ്മയെ സംരക്ഷിച്ചു. ഒരു സ്വത്തും ആ മകന് കിട്ടിയില്ല, ബാക്കി സ്വത്തൊക്കെ 4 ആളുകൾ പിടിച്ചെടുത്തു. അവൻ അമ്മയുടെ സ്നേഹം മതി, അവനും 4 മക്കളും തുല്യമായി കൂടാ. എന്റെ പ്രിയങ്കരരെ, ഇവിടുന്ന് പാവപ്പെട്ടവനെ ചതിച്ച് ദീനാറുണ്ടാക്കിയവനും കഷ്ടപ്പെട്ടിട്ടും ഒരാളെ ചതിക്കാത്തവനും മരണത്തോടുകൂടി തുല്യമായി കൂടാ. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം നടക്കുമ്പോ
അർജുനൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല. അർജുനൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല. കാരണം ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, അശ്വത്ഥമാവ്, അവരൊക്കെ മറുഭാഗം, അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യില്ല. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞതായി ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം, അതിൽ പറയാണ്, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസ്യേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹദോവ പ്രാപ്സസി സ്വർഗം, നീ സ്വർഗത്ത് പോവും. ധർമാധർമ്മ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകുന്നു. ഇസ്ലാമിലെ ജിഹാദ് തെറ്റിദ്ധരിച്ചിട്ട് ചില ആളുകളൊക്കെ പറയും സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കിയെന്ന. അങ്ങനല്ല. ശ്രീമദ് ഭഗവത്ഗീത യുദ്ധത്തിന് വേണ്ടി മാത്രമുള്ളൊരു അധ്യായമാണ്, ഗ്രന്ഥമാണ്, 18 അധ്യായം. പക്ഷെ അതിന്റെ കോണ്ടസ്റ്റിൽ അതിനെ മനസ്സിലാക്കണം. ഒരു യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ യുദ്ധത്തെക്കുറിച്ചാണ് പറയാ. വിശുദ്ധ ഖുർആൻ ലോകത്തെന്നും നിലനിൽക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. ഒരു രാജ്യത്ത് ഭരിച്ച ഭരണാധികാരിക്കിടയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. വേദങ്ങളിലൊക്കെയുണ്ട്, ബൈബിളിലുണ്ട്, എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഉണ്ട്. യുദ്ധം ചെയ്യേണ്ട ഘട്ടത്തിൽ യുദ്ധം ചെയ്യണം, സമാധാനം ഉണ്ടാക്കേണ്ടിടത്ത് സമാധാനം ഉണ്ടാക്കണം. അതൊക്കെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അക്രമികളെ പിടിച്ചുകെട്ടണം, രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തെ കീപ്പ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഖുർആൻ പറയും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ശരീരവും മരണത്തെ ആസ്വദിക്കും. മരണത്തിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക എന്ന് കവയിത്രി ചോദിച്ചില്ലേ? ഇതൊക്കെ മരിച്ചുപോയി. നെപ്പോളിയൻ ബൊണപ്പാർട്ട്, അലക്സാണ്ടർ. സായിബാബ മരിക്കൂല എന്ന് വിശ്വസിച്ച ആളായിരുന്നു എൻ്റെ ബാബുവേട്ടൻ. എൻ്റെ അയൽവാസി മരിച്ചതിന് ശേഷം എന്നോട് അദ്ദേഹം മിണ്ടിയിട്ടേയില്ല. എന്റെ ചോദ്യങ്ങൾ പലപ്പോഴും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഒന്നിനും അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിച്ചില്ല. സായിബാബ മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഭയപ്പാടായിരുന്നു. എന്തിന്? എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ ചോദ്യത്തിന് മറ്റുള്ളവർക്ക് മറുപടിയില്ലാത്ത അവസ്ഥയിൽ ഏറ്റവും സമ്മിറ്റിലെ ഒരു ആദർശത്തിൽ നിൽക്കണോ? എല്ലാ ചോദ്യത്തിൻ്റെ മുമ്പിലും തലകുനിക്കേണ്ടി വരുന്ന ഒരു ആദർശപരമായി ഭദ്രതയില്ലാത്തവർ നമ്മളാകണമോ? അത് ചിന്തിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ ഓഡിയൻസാണ്. ഞാൻ വളരെ ഹൃദയത്തെ തട്ടി കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കുകയാണ്. തല ഉയർത്തി നിൽക്കാൻ. നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിൻ്റെ മുമ്പിലും പതറാതെ തളരാതെ എനിക്ക് മറുപടി പറയാൻ കഴിയും. ഏത് കാര്യത്തിൽ? ഏകദൈവ വിശ്വാസം അവതരിപ്പിച്ച കാര്യത്തിൽ. എൻ്റെ വിശ്വാസത്തെക്കാൾ ഉന്നതമായൊരു വിശ്വാസം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കില്ല. എങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മരണത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ട്. മാർക്കോസ്, നിങ്ങൾ നിന്റെ വലത് കൈ തെറ്റ് ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ ആ വലത് കൈ നീ ഛേദിച്ചു കളയുക. നിന്റെ കണ്ണ് തെറ്റ് ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നിടുക. കാരണം പൂർണ്ണവയത്തോടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ വികലാംഗനായി സ്വർഗത്തിൽ പോകലല്ലയോ നിനക്കുത്തമം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ രൂപത്തിൽ തന്നെ അള്ളാഹു നമ്മളെ പരലോകത്ത് കൊണ്ടുവരും. ഇനി ഇതിനെ നിഷേധിക്കുന്നവരോട് ഞാനൊരു പോയിന്റ് പറയാം. ഒരു പോയിന്റ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇപ്പൊ ഒരാള്, നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മരിച്ചവരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയാൻ മരിച്ചവരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഞാൻ ഈ വാദത്തെ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഖണ്ഡിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗർഭപാത്രത്തിൽ, നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ വളർന്നവരാണ് അല്ലേ? ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഒരു കുട്ടി, അവനോട് ഉദാഹരണം, നമ്മുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഒരു ആൺകുട്ടി. അപ്പൊ ഭൂമി ലോകത്ത് ജീവിച്ച ഒരു 18 വയസ്സുകാരൻ ഗർഭപാത്രത്തിൽ ചെന്നിട്ട് ഈ കുട്ടീനോട് പറയാൻ, ഈ 8 മാസം പ്രായവനോട്, മാതാവിന്റെ ഇത്തിരിപ്പോന്ന ഗർഭപാത്രത്തിനുള്ളിൽ അല്ല ഇനി 2 മാസം കഴിഞ്ഞാൽ നിന്റെ ജീവിതം. അനന്തവിസ്തൃതമായ ആകാശമേലാപ്പിന്റെയും ഹരിതാപമായ ഭൂമിയുടെയും അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹീതമായ ഭൂമിയുടെ ആ വിശാലതയിലേക്കാണ് നീ പോകുന്നത്. നിനക്ക് കണക്കാക്കാനാവാത്ത വലിയ സൂര്യൻ, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ,
അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ എല്ലാമുള്ള പ്രവിശാലമായ ഒരു ലോകത്തേക്കാണ് നീ പോകുന്നത് എന്ന് 18 വയസ്സുകാരൻ 8 മാസം പ്രായമായ ഗർഭപാത്രത്തിലെ കുട്ടിയോട് പറയണം. അപ്പൊ ഗർഭപാത്രത്തിൽ ഞാനോ 8 മാസമായി പൊക്കിൾക്കൊടിയിൽ കിടന്നിങ്ങനെ തിരിയൻ. ഇതിനപ്പുറത്തൊരു ലോകോ? ആരെങ്കിലും വന്നിട്ട് ഇന്ന് വരെ ഗർഭപാത്രത്തിലെ കുട്ടിയോട് ഗർഭപാത്രത്തിനപ്പുറത്ത് ഭൂമിയും ആകാശവും കടലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്തതിന്റെ പേരിൽ, ഇതാണ് പോയിന്റ്, അത് പറയാത്തതിന്റെ പേരിൽ അങ്ങനെ ഒരു ലോകമല്ലാന്നുണ്ടോ? ഇനി അത് നിഷേധിച്ചു ഗർഭപാത്രത്തിലെ കുട്ടി എന്ന് വിചാരിച്ചോ? നിഷേധമാണോ ശരി, അല്ല ഇയാൾ പറഞ്ഞതാണോ? ഗർഭപാത്രത്തിലും ജീവിച്ചു, പുറത്തു ഒരാൾ ജീവിച്ചു, എന്നിട്ട് ഇങ്ങനെ ഒരു പുറലോകം ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗർഭപാത്രത്തിൽ മാത്രം ജീവിച്ചവൻ നിഷേധിക്കുക. ഇതുപോലെയാണ് ഇരുലോകവും ഉണ്ട് എന്ന് പഠിച്ച് മനസ്സിലാക്കി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഒരു പ്രവാചകനെ നിങ്ങൾ ശരിക്കും പരിശോധിക്കണം. അനുയായികൾ മുഴുവനും പറയുന്നു അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. ശത്രുവായ അബൂ സുഫിയാൻ, ശത്രുവായ അബൂജഹൽ, അവർ പോലും അക്കാലഘട്ടത്തിൽ പറയുന്നു നീ ഒരിക്കലും കള്ളം പറയില്ല. ആ കള്ളം പറയാത്ത പ്രവാചകൻ പറയുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഇത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ. സൂര്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 48 ഡിഗ്രിയും 50 ഡിഗ്രിയും 54 ഡിഗ്രിയും ചൂടുള്ള ഈ ചൂടിനെ സംവിധാനിച്ച ആ സംവിധായകനാണ് പറയുന്നത് നരകണ്ട്. എന്തിനു വിശ്വസിക്കാതിരിക്കണം? സൂര്യനെങ്ങാനും ആ നിൽക്കുന്ന നിപ്പിൽ നിന്നൊരൽപ്പം തായോട്ട് ഒരു ഇഞ്ച് മേലോട്ടോ പൊങ്ങിയാൽ നമുക്ക് ജീവിതമില്ല ഇവിടെ. അതൊരിത്തിരി താന്നാൽ ചുട്ട് ചാമ്പലായി പോവും ഭൂമിയിലെ സകല ജീവജാലങ്ങളും. അതൊരിത്തിരി ഉയർന്നാൽ തണുത്തുറച്ച് നമ്മൾ ഇല്ലാതായി പോവും. അതിനെ കണിശമായി സംവിധാനിച്ച ആ പ്രപഞ്ചത്തിന്റെ അധിപതിയായ ആ പടച്ച തമ്പുരാനിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ ക്ഷണിച്ചത്. അവസാനിപ്പിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ആരാണ് മുഹമ്മദ് നബി? കരുണാവാൻ നബി, മണിമുക്തി രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ പ്രവാചകൻ ആരാണ്? ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹമ്മദിദിക്യാത ശിഷ്യശാഖ സമുന്നിതം ലിംഗഛേദശിഖാഹീന എന്ന് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ ആ പ്രവാചക തിരുമേനി, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. അവൻ വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞ ആ പ്രവാചകനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ലോകത്ത് ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ യേശുക്രിസ്തുവിനെ പരിശോധിച്ചോളൂ. മഹാനായ പ്രവാചകൻ, ആ പ്രവാചകൻ വിവാഹം കഴിച്ചിരുന്നുവോ? ഒരു നല്ല ഭർത്താവുക എന്നത് ജീവിതത്തിലൂടെ മാതൃക കാണിച്ച ആളായിരുന്നുവോ യേശുക്രിസ്തു? ഒരു നല്ല പിതാവായിരുന്നുവോ? ഒരു നല്ല മരുമകനായിരുന്നുവോ? ഫോർ എക്സാമ്പിൾ മദർ തെരേസ, വലിയൊരു വ്യക്തിത്വം, വലിയൊരു സ്ത്രീ. ഞാൻ അവരുടെ മഹത്വത്തെ ഒന്നും കുറയ്ക്കുന്നില്ല. പക്ഷെ എനിക്ക് അവരോടുള്ള ഒരു വിയോജിപ്പ്, ദൈവം നൽകിയ ഗർഭപാത്രത്തിന്റെ ധർമ്മം നിർവഹിക്കാത്തവരാണവർ. അതിൽ നമുക്ക് പ്രതിഷേധമുണ്ട്. ദൈവം നൽകിയ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പനിനീർ ചെടി, മുള്ളുള്ള പന്നീർ ചെടി നടുന്നു, പുഷ്പിക്കാനേ പാടില്ല എങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പന്നീർ ചെടി പന്നീർ പുഷ്പം വിടർത്തി അതിന്റെ സുഗന്ധം ലോകത്ത് പരത്തുമ്പോഴാണ് പന്നീർ ചെടി അതിന്റെ ദൗത്യം നിർവഹിക്കുന്നത്, അല്ലേ? ഒരു തെങ്ങ് വെറുതെ എങ്ങനെ വളരുക? കായ് ഉണ്ടാവില്ല. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ തെങ്ങ്? ഒരു പെണ്ണ് വെറുതെ എങ്ങനെ വളരുക? കായ് ഉണ്ടാവില്ല. അവസ്ഥ പാടില്ല. ദൈവം അതുകൊണ്ടാണ് മെൻസസ് പീരീഡ് നൽകിയത്. മെൻസസ് പീരീഡ് എന്തിനാ? ഞാൻ ഗർഭം ധരിക്കാൻ സന്നദ്ധയാകുന്നു എന്നതാണ്. ഇനി ലോകത്തെല്ലാവരും കന്യകകളാകാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ, ലോകത്ത് പിന്നെ മനുഷ്യരുണ്ടാവുമോ? സ്വാമി വിവേകാനന്ദൻ ബ്രഹ്മചര്യമാണ് മോക്ഷത്തിനുള്ള മാർഗം എന്ന് പ്രസംഗിച്ച ആളാണ്. പക്ഷേ അങ്ങനെ പ്രസംഗിക്കാൻ, അതായത് വിവാഹം വേണ്ട എന്ന് പ്രസംഗിച്ച ആളാണ് സ്വാമി വിവേകാനന്ദൻ. അത് ശരിയല്ല, അത് മോക്ഷത്തിന്റെ മാർഗമല്ല. അത് പ്രസംഗിക്കാൻ അദ്ദേഹം ഉണ്ടായത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അത് ആചരിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അത് ആചരിക്കാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അല്ലേ? ലോകം ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത എന്താ അറിയും? നിങ്ങൾ പരിശോധിച്ചോ. എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് മുഹമ്മദ് നബിയെ ഇതര ഏത് നേതാക്കന്മാരും, കാർൽ മാർക്സിനെ നിങ്ങൾ എടുത്തോ, എംഗൽസിനെ നിങ്ങൾ എടുത്തോ, മുസോളിനിയെ നിങ്ങൾ എടുത്തോ, ലോകം ഭരിച്ച അബ്രഹാം ലിങ്കനെ നിങ്ങൾ എടുത്തോ, ലോകത്ത് നമ്മുടെ പിന്നെ മഹാത്മാഗാന്ധിയെ നിങ്ങൾ എടുത്തോ, ലോകം ഭരിച്ച പലരെയും നിങ്ങൾ എടുത്തോ, മദ്യപിക്കാത്ത ഒരു സമൂഹത്തെയും രാഷ്ട്രത്തെയും സൃഷ്ടിച്ചുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞ ഒരു നേതാവിന്റെ പേര് പറ. വേശ്യാലയങ്ങളില്ലാത്ത ഒരു രാഷ്ട്രത്തെ സൃഷ്ടിച്ചു മരിച്ചുപോയ ഒരു പ്രവാചകന്റെ പേര് പറ.
കച്ചവടത്തിലെ നേരും നെറിയും പൂർണ്ണമായി പാലിച്ച ഒരു രാഷ്ട്രത്തെ സൃഷ്ടിച്ച ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ പറ. അക്രമങ്ങളും കൊള്ളയും അരാജകത്വങ്ങളും ഇല്ലാത്ത സമാധാന ചിത്തമായ ഒരു രാജ്യത്തെ സൃഷ്ടിച്ച ലോകത്തിൽ പ്രവാചകന്റെ മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ബാത്റൂമിലേക്ക് ഏത് കാല് വെക്കണം, ബാത്റൂമിൽ നിന്ന് ഏത് കാല് പുറത്തു വെക്കണം, മസ്ജിദിലേക്ക് ഏത് കാല് വെക്കണം, മസ്ജിദിൽ നിന്ന് ഏത് കാല്, ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ ഏത് കയ്യിലൂടെ, ഒരു ഷോക്സ് ധരിക്കുമ്പോൾ ഏത് കാലിലൂടെ, ഒരു ഷോക്സ് അയക്കുമ്പോൾ ഏത് കാലിലൂടെ, ഇന്നലെ അലക്കിയിട്ട പാൻസ് പരിശോധിക്കാതെ ധരിക്കണമോ വേണ്ടേ, അടുക്കളയിൽ നിങ്ങളുടെ സ്റ്റൗ ഓഫ് ചെയ്യണമോ വേണ്ടേ, അടുക്കളയിലെ തീക്കണയുന്ന കണലുകൾ അണയ്ക്കണമോ വേണ്ടേ, നിങ്ങൾ കിടക്കുന്ന വിരി മുട്ടി പരിശോധിച്ചിട്ടേ ധരിക്കാവൂ വേണ്ടേ എന്ന് വേണ്ട. മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ നടക്കണം, ഭാര്യയുമായി എങ്ങനെ ബന്ധപ്പെടണം, സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണം, A to Z ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യന്റെ ചരിത്രത്തിൽ ലോകത്തിങ്ങനെ മാതൃക കാണിച്ച ഒരാളെയും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ. പരിശോധിച്ചോളൂ. തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ആ പ്രവാചകന്റെ പേരിൽ പറയുന്നവരുണ്ട്. ആ ഭാഗമൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് ഒരു സൈറ്റ് നിച്ച് ഓഫ് ട്രൂത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പോൾ സ്നേഹ സംവാദത്തിൽ ആ ലേഖനം വരുന്നുണ്ട്. എനിക്കിവിടെ ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ സമാപനത്തിൽ എനിക്ക് പറയാനുള്ളത്, പഠനം മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ്. എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിക്കും. എവിടെ വായന ഉദയം ചെയ്യുന്നുവോ അവിടെ വിജ്ഞാനത്തിന്റെ ഒരു ലോകത്തേക്ക്, ഒരു ചക്രവാളത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തും. വിശുദ്ധ ഖുർആൻ അവതരിച്ച ആദ്യത്തെ വചനം തന്നെ ഇഖ്റ, വായിക്കുക, വായിക്കുക. ലോകത്തൊരു വേദവും അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു വേദം തുടങ്ങിയിട്ടില്ല. നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിനാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് തുടങ്ങിയ ഒരു വേദഗ്രന്ഥം. അതെ, ജീവിതത്തിലുടനീളം നന്മ കൽപ്പിച്ച ഒരു വേദഗ്രന്ഥം. പുകവലിക്കരുത്, പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതം. കള്ളു കുടിക്കരുത്, പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതം. ബ്രൗൺ ഷുഗറുമായി ബന്ധപ്പെട്ട് ഒരു മത സംഘടനയായി രൂപപ്പെട്ട് പിന്നീട് ഒരു രാഷ്ട്രീയ സംഘടനയായി രൂപപ്പെട്ട് കോടികളുടെ ബ്രൗൺ ഷുഗറാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി പട്ടത്തിൽ നിന്ന് SDPIയുടെ പ്രവർത്തകനായിട്ട് പിടിച്ചിട്ടുള്ളത്. ഒരു ഭരിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലെത്താൻ ആഗ്രഹിച്ച് ജനങ്ങൾക്ക് നന്മ പകരേണ്ടവർ വരെ തിന്മയുടെ ആളുകളായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിങ്ങൾ കണിശമായ മതം പരിശോധിക്കണം. കൊള്ളയില്ലാത്ത, കൊലയില്ലാത്ത, വഞ്ചനയില്ലാത്ത, ഭാര്യ ഭർത്താവിനെ ചതിക്കാത്ത, ഭർത്താവ് ഭാര്യയെ ചതിക്കാത്ത, മക്കളെ വളർത്തുന്ന, മക്കളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, കച്ചവടത്തിൽ കൃത്രിമത്വമില്ലാത്ത, അതുപോലെ ജീവിതത്തിന്റെ നികലമണ്ഡലങ്ങളിലും മനുഷ്യരെ സ്നേഹിക്കുന്ന ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. എന്തൊരു വിളിയാൻ ബാന്ധവ മാനവ. മനുഷ്യരെ, നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്. ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ അന റബ്ബുക്കും ഫഅബുദൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളൊരു ഏക സമുദായമാണ്, മനുഷ്യരൊരു ഏക സമുദായമാണ്. ഇനി ഏതേത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലും ബാല, നീ എന്റെ സഹോദരനാണ്. ദേവാ, നീ എന്റെ സഹോദരനാണ്. എലിയമേ, നിങ്ങൾ നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്, മനുഷ്യ കുടുംബത്തിലെ അംഗമാണ്. നമുക്കിടയിൽ ശത്രുതയില്ല. നിങ്ങളുടെ വിശ്വാസത്തിൽ ഇന്ന് ന്യൂനതയുണ്ട്, അത് ഇന്നതാണ്, തിരുത്തേണ്ടതാണ്. നിനക്ക് രക്ഷപ്പെടാം. ഈ സ്നേഹമല്ലാതെ, ഈ സ്നേഹമല്ലാതെ, ആർദ്രതയല്ലാതെ, അലിവല്ലാതെ, അനുകമ്പയല്ലാതെ, സഹാനുഭൂതിയല്ലാതെ നിങ്ങളോട് പറയാനില്ല. നിങ്ങൾ നോക്ക്, ഒരു തീപ്പൊള്ളി തൊട്ടയൽവാസിയായ സുരേഷിന്റെ മകൾക്ക് തീപ്പൊള്ളി, ഓടുകയാണ്, എന്റെ വീടിന് നേരെ ഓടുകയാണ്. ഇതിൽപ്പെട്ട ഒരു മുസ്ലിമിന്റെ വീടിന് നേരെ, എടാ എന്റെ മോക്ക് തീപ്പൊള്ളി, കാർ എടുക്കുന്നു, ഷെഡിൽ നിന്ന് പുറത്തിറക്കുന്നു, നമ്മൾ സുരേഷിന്റെ മകളെ അതിലെടുത്തിടുന്നു, ഹോസ്പിറ്റലിലേക്ക് വേഗതയിൽ പോവുകയാണ്. കാരണം സുരേഷ് എന്റെ സഹോദരനാണ്, എന്റെ അയൽവാസിയാണ്. ആ അയൽവാസിയുടെ മകൾക്കാണ് തീപ്പൊള്ളിയത്, അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ മാധവന്റെ ശരീരം ഒന്നിത്തി ചീജ്വാലകൾ വിഴുങ്ങുന്ന ഒരു നരകം വരാനുണ്ട്. അന്തം തമഹ പ്രവിശംതിയേ സംപൂത്യമുപാസതേ തദോഭൂയ ഇബദേ യഹുസംഭൂതിയാമ്രദഹ. ഈശാവാശോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ ദൈവേതരരെ, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാനിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും മനുഷ്യ ദൈവങ്ങളും ദേവീദേവന്മാരും ബീവി ഔലിയാക്കളും ആരാധിക്കപ്പെട്ട്
ദൈവത്തിന്റെ നരകത്തിലേക്ക് എന്റെ മാധവൻ പോകരുത്, എന്റെ സുരേഷ് പോകരുത്, എന്റെ ബാലൻ പോകരുത്, എന്റെ രവി പോകരുത്, എന്റെ കുടുംബത്തിലെ, എന്റെ സമൂഹത്തിലെ, എന്റെ സ്റ്റേറ്റിലെ ഒരൊറ്റ മനുഷ്യനും പോകരുത്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷിക്കപ്പെടരുത്. പടച്ചവനെ, ഈ ബോധമല്ലാതെ ഞങ്ങളെ നയിച്ചിട്ടില്ല. ഇവിടെ പടച്ചവനെ നിന്നെ സാക്ഷ്യം നിർത്തുകയാണ്. നിന്റെ ഏകദൈവത്വം ഞങ്ങളിതാ ഇവിടെ അവതരിപ്പിച്ചു. നിന്റെ മരണാനന്തര ജീവിതം ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. നിന്റെ പ്രവാചകനെ കുറിച്ച് ഹ്രസ്വമെങ്കിലും ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ക്ഷണിച്ചു വരുത്തിയ ഹൈന്ദവരോട് ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു, ക്രൈസ്തവരോട് ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളായി ജീവിച്ചവർ, ഞങ്ങളുടെ റൂമിൽ തന്നെ താമസിച്ചവർ, ഞങ്ങളുടെ ഒരേ ഫ്ലാറ്റിൽ സന്തോഷത്തോടെ ജീവിച്ച നാട്ടുകാർ, അവർ നാളെ ഞങ്ങൾക്കെതിരെ ദൈവസന്നിധിയിൽ ചോദിക്കരുത്, ഏയ് സുബൈറെ, അബ്ദുള്ള, നാസറെ, അബ്ദുറഹ്മാനെ എന്നവർ നമ്മൾ ചോദിക്കരുത്. അവർ നമ്മളോട് പറയരുത്, അഷ്റഫേ 18 കൊല്ലം കുവൈത്തിൽ നീ എന്റെ കൂട്ടുകാരനായി, നീ എനിക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നില്ല എന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയരുത്. കാലു മഅദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലക്കും യത്തഖൂൻ. പടച്ചവനെ, ഞങ്ങളുടെ ദൗത്യം ഇതാ ഞങ്ങൾ ഇവിടെ നിർവഹിക്കുകയാണ്. ഈ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധത കാണിച്ച ഇസ്ലാഹി സെന്റർ അഭിനന്ദനം അർഹിക്കുകയാണ്. അള്ളാഹു ഇതിനെ നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം, സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഈ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ കഴിയണം. കല്ലാ ഇന്നഹാ ലല്ലാ നസാഅത്തൽ ലിശവാ. തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാലയാകുന്ന നരകം, അതിൽ നിന്ന് ഈ മനുഷ്യരൊക്കെ രക്ഷപ്പെടണം. അതിൻ്റെ ഭാഗം മാത്രമാണ് ഈ വിളിച്ചു വരുത്തൽ. സമാപിച്ചു കൊള്ളട്ടെ, അവസാനിപ്പിച്ചു കൊള്ളട്ടെ. സഹോദരങ്ങളെ, സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. ഞങ്ങൾ വിളിച്ചു, ആ വിളി നിങ്ങൾ കേട്ടു, നിങ്ങൾ വന്നു, നിങ്ങൾ സഹകരിച്ചു. കടപ്പാടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട്. അതുകൊണ്ട് എന്നും ഞങ്ങൾ നന്ദിപൂർവ്വം ഇത് ഓർക്കുകയാണ്. ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾ ഞങ്ങളോട് വന്നു ചേർന്നതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങളെന്നും ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടണം. ഇതിൻ്റെ ഈ ഭാഗത്ത്, ബാക്ക് ഭാഗത്ത് കുറേ പുസ്തകങ്ങളും കേസറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുകയും വാങ്ങുകയും സിനിമയും സീരിയലും ഐഡിയ സ്റ്റാർ സിംഗറും ആവശ്യമില്ലാത്ത കാര്യങ്ങളും കണ്ട് കണ്ണ് കേട് വരുത്തുന്ന നാം, മനസ്സ് കേട് വരുത്തുന്ന നാം, എത്ര ഉജ്ജ്വലമായ ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതം ഇവിടെയുണ്ട്. മനുഷ്യരുടെ നാഥൻ അവതരിപ്പിച്ച മതം, ലോകത്തിൻ്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച മതം ഇവിടെയുണ്ട്. അത് നിങ്ങൾ പഠിക്കണം, കേൾക്കണം. ആർക്കെങ്കിലും ഞാൻ അവതരിപ്പിച്ച വിഷയത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെ വളരെ ചുരുക്കി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുകയും ആ ഭാഗം നമുക്കൊരൽപ്പം സംസാരിക്കുകയും ചെയ്യാം. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വസ്തുതയെ ഗൗരവമായി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഈ വന്ന സദസ്സിന് സാധിക്കുമാറാകട്ടെ. ഇതൊരു വെളിച്ചമാകട്ടെ, ഇതൊരു ഹിദായത്തിന് നിമിത്തമാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. അദ്ദേഹം ഞാനും കൂടി നല്ല സൗഹൃദ സംസാരങ്ങൾ സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവർ എന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യർ എന്ന രൂപത്തിൽ സംസാരിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്ന് എന്ന് പറഞ്ഞിട്ടൊരു വിഷയം മുമ്പ് ഞാൻ ചർച്ച ചെയ്തിരുന്നു. മനുഷ്യർ തന്നെയാണ് നമ്മുടെ ഇവിടെ. പക്ഷെ നമ്മളിവിടെ നമ്മുടെ വ്യവഹാര രംഗത്ത് ഹൈന്ദവർ, ക്രൈസ്തവർ എന്ന് വിഭാഗമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനുഷ്യരെ എന്ന് തന്നെയാണ് നമ്മളിവിടെ വിളിക്കുന്നത്. മനുഷ്യരെ എന്ന കൺസെപ്റ്റിലാണ് നമ്മളിവിടെ സംസാരിച്ചത്. മനുഷ്യർക്കെല്ലാം ഏകനായ ഒരു ദൈവം, മനുഷ്യർക്കെല്ലാം ഏകമായ മതം, മനുഷ്യരുടെ ചിന്തകളെല്ലാം ഏകം. ഇതാണ് മതം എന്ന നിലയിൽ നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം 1-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. മനുഷ്യരെ, നിങ്ങൾ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബിറബ്ബിക്കൽ കരീം. 82-ാം അധ്യായം 6-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 2-ാം അധ്യായം 21-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, കാനന്നാസു ഉമ്മത്തൻ വാഹിദ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം. ഇതിലെല്ലാം 20 തവണ മനുഷ്യരെ എന്നാ വിളിക്കുന്നത്. മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ വിഷയം അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അന്നാസ് എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ട് ഖുർആനിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിഷയത്തിൽ അവതരിപ്പിച്ചു. അവിടെ മനുഷ്യരുടെ ദൈവം, ഹിന്ദുവിന്റെ ദൈവം എന്നല്ല, മനുഷ്യരുടെ ദൈവം എന്ന് തന്നെയാണ് പറഞ്ഞു. മനുഷ്യർ എന്ന് തന്നെയാണ് ഖുർആൻ വിളിച്ചത്. അതുകൊണ്ട് മനുഷ്യരെ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്.
ഞാൻ ഡോട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ പറയുന്നു ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്ന വാക്കുകൾ മൂന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ലോക സംസ്കാരത്തിനു മാതൃകയെന്നും പറയുന്നു. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർ, ശരിയല്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ മൂന്ന് മനുഷ്യർ, ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നവരുണ്ട്, പള്ളികളിൽ പോകുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പോയാലാണോ മനുഷ്യ, നമ്മൾ പറയുന്നു ഒറ്റ ദൈവ സങ്കല്പം. ഞാനും വിശ്വസിക്കുന്നു ലോകത്തിൽ ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന്. ഞാൻ അവരെ ക്രിസ്ത്യാനിയായിട്ടോ മുസ്ലിമായിട്ടോ ക്രിസ്ത്യാനിയായിട്ടല്ല പറഞ്ഞത്, ഒറ്റ ദൈവം. ആ ദൈവത്തിലേക്ക് എത്താൻ നമ്മൾ എന്തിനു പള്ളിയിൽ പോകണം, എന്തിന് നമ്മൾ അമ്പലത്തിൽ പോകണം? ഉദാഹരണമായിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തി, ഞാൻ പോകാറില്ല, ഞാൻ പോകാത്ത വ്യക്തിയാണ്. കാരണം ഒറ്റ ദൈവമാണ് എന്ന് മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്. ദൈവം സ്വതന്ത്രമായി ചിന്തിക്കുവാനും ചിന്താശക്തി കൊടുത്തിട്ടുള്ള ഏക മനുഷ്യർ മാത്രമാണ്. അത് സമ്മതിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് ദൈവം സ്വതന്ത്രമായി ചിന്തിക്കാനോ ഒറ്റ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അവസരം. ആ മനുഷ്യർ എന്തുകൊണ്ട് ഈ പള്ളികളിലും അമ്പലങ്ങളിലും പോകുന്നു? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനുണ്ട്, ഒറ്റ ദൈവമുണ്ട്. ഇത് വേദങ്ങളായാലും ഖുറാനായാലും ബൈബിളായാലും നമ്മളെ പഠിപ്പിക്കുന്ന മനുഷ്യ സാഹോദര്യമാണ്. ആ മനുഷ്യ സാഹോദര്യം നമ്മൾ പഠിക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. ഒറ്റ ദൈവമാണ്. നമ്മൾ സ്വർഗത്തിലെ എല്ലാ പുരാണങ്ങളും പറയുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട്, ഖുറാനും പറയുന്നുണ്ട്, സ്വർഗവും നരകവും. ഞാനത് അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ നമ്മൾ പള്ളികളിൽ എന്തിനു പോകുന്നു, നമ്മൾ അമ്പലങ്ങളിൽ എന്തിനു പോകുന്നു? അമ്പലങ്ങളിലും പള്ളികളിലും നമ്മൾ ഒരു കൃത്യമായ ഇടവേള, രാവിലെ എണ്ണിക്കുന്നു, നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കൂ, നിങ്ങൾ അവിടെ പോകും. ദൈവത്തെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞല്ല നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോകട്ടെ. നമ്മൾ സ്വയം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യസങ്കല്പിതമായ കുറെ കാര്യങ്ങളാണ്. നീ ഇപ്പോൾ കൃത്യമായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കൂ, അവിടെ ദൈവം ഇരിക്കുന്നു. നീ പള്ളിയിൽ പോകൂ, ഈ 5 നേരം നിസ്കരിക്കൂ, അല്ലെങ്കിൽ നീ 5 നേരം അമ്പലത്തിൽ പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവമുണ്ടോ? അതാണ് എന്റെ. തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, എന്നാൽ വളരെയേറെ വിശദീകരിക്കേണ്ട ഒരു ചോദ്യം. അതിലൊന്നാമതായി സഹോദരന്റെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു, മനുഷ്യൻ ബുദ്ധി കൊടുത്തിട്ടുള്ള ഏകജീവവർഗമാണ്. മനുഷ്യൻ എന്തിനാ സ്കൂളിൽ പോകുന്നത്? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന നിലയിൽ മഹാബുദ്ധിജീവിയാണെങ്കിലും സ്കൂൾ പഠിക്കാതെ, കോളേജിൽ പഠിക്കാതെ, ഒരു വിജ്ഞാന ശാഖ പഠിക്കാതെ അവന് ഇവിടെ എത്താൻ കഴിയില്ല. ഉറപ്പാണല്ലോ. അപ്പോൾ ഈ സ്കൂളാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കെട്ടിടം ഉണ്ടാവും, അതിന് ഒരു സംവിധാനം ഉണ്ടാവും, വിജ്ഞാന സംവിധാനം ഉണ്ടാവും, അതിനൊരു കൃത്യമായ പ്രോഗ്രാം ഉണ്ടാവും, അത് പഠിക്കാൻ കൃത്യമായ സബ്ജക്റ്റുകൾ ഉണ്ടാവും, ആ സബ്ജക്റ്റ് ബേസ്ഡ് പഠനം ഉണ്ടാവും, അല്ലേ? ഒരാൾ ചോദിക്കുന്നു, മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി, ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവനിതൊക്കെ ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ അതിനും ഇവിടെ എന്തിനാണ് ആരാധനാലയം? അത് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാൻ ഈസ് എ സോഷ്യൽ ബീങ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ദൈവം പള്ളിയിലുണ്ട് എന്ന സങ്കല്പം വെച്ചിട്ടല്ല പള്ളിയിൽ പോകുന്നത്. അതാദ്യമായി എൻ്റെ സഹോദരൻ തിരുത്തണം. ക്ഷേത്രത്തിൽ ദൈവം ഉണ്ട് എന്ന നിലയിലല്ല ക്ഷേത്രത്തിൽ പോകുന്നത്. ഒരാരാധനാലയം എന്തിനാണ്? ഇപ്പം നമുക്ക് തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി, നമ്മളെല്ലാവരും ഒരു സീറ്റിലിരുന്നു, ഭംഗിയായി നമ്മളൊരു പ്രസംഗം കേട്ട് നമ്മൾ ഒന്നിച്ചിരുന്നു. തീർച്ചയായും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴാണ് മനുഷ്യൻ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഒരാരാധനാലയം എന്നത് ഇസ്ലാമിന്, ഇപ്പം നിങ്ങൾ നോക്കൂ, ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധമായ നമസ്കാരം, ഇപ്പം ഞങ്ങൾ ചെയ്ത നിസ്കാരം അത് പള്ളിയിൽ നിന്നും, എന്നാൽ നിർബന്ധമല്ലാത്ത നിസ്കാരമുണ്ട്, അത് വീട്ടിൽ നിന്നുമാണ്. അപ്പോൾ ഒരേ സമയത്ത് പള്ളിയിലും ദൈവം വീട്ടിലും ദൈവം എന്നാണോ? അല്ല. നിർബന്ധമായ നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്നത്, ഒരു നാട്ടിൽ ഒരു മസ്ജിദ് ഉണ്ടാകും, ആ മസ്ജിദിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു 50 വീടുണ്ടെങ്കിൽ ഈ 50 വീട്ടുകാരെ അവരുടെ വീട്ടിൽ വെച്ചിട്ട് ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ എന്താ ബന്ധം? പള്ളിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മനുഷ്യരെല്ലാം ഒന്നാണെന്നും അതിൽ ഏറ്റവും പ്രധാനമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ദൈവമേ, ഞങ്ങൾ എന്ന ഒരു വലിയ ഐക്യത്തിൻ്റെ ശബ്ദമാണ് പള്ളിയിൽ മുഴക്കം. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കും. ഈ ഞങ്ങൾ എന്ന വികാരത്തിന് വലിയ സ്ഥാനമില്ലേ നമ്മുടെ സമൂഹത്തിൽ? ഞാൻ, എൻ്റേത്, എൻ്റെ കുടുംബം എന്നതിനപ്പുറത്ത് ഞങ്ങൾ എന്നതിന് വലിയൊരു, പള്ളിയിൽ വരിക വഴി അവരുടെ ഐക്യം, അവരൊന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അതുവഴി അവർക്ക് പരസ്പരം അറിയാൻ, അവർക്ക് പരസ്പര ബന്ധമുണ്ടാകാൻ. ഞാനൊരു ഉദാഹരണം പറയാം. പ്രവാചകന്റെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാളെ പ്രവാചകൻ കണ്ടില്ല. ഉടനെ പ്രവാചകൻ ചോദിച്ചു, അയാൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ അയാളെ അന്വേഷിക്കണം, അയാളെ പോയി കാണണം. അങ്ങനെ അയാളെ പോയി കണ്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് ഒരുപാട് തവണയുണ്ടായി. അപ്പം നിങ്ങൾ നോക്കി, ഇതൊന്നുമില്ല എന്ന് വിചാരിക്കുക.
ഇതൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ എവിടെ സംഗമിക്കുക? മനുഷ്യൻ ഒന്നാകാനും സംഗമിക്കാനും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുക വഴി അവർക്കൊന്നിക്കാനും അവരിൽ യൂണിറ്റി ഉണ്ടാക്കാനുമാണ് ദൈവം ഒരാരാധനാലയം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അവിടെ മാത്രമാണ് ക്രമപ്രവൃത്തമായ വളർച്ച ഉണ്ടാകുക. ഒരാൾക്ക് വേണമെങ്കിൽ സ്കൂളൊന്നും പോകാതെ പഠിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തൊന്നും പോകാതെ പഠിക്കാം. പക്ഷെ ആ പഠനത്തിൽ അയാൾ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. അയാൾക്ക് ഒരു ഗുരു ഉണ്ടാവില്ല, അയാൾക്ക് ആളുകളുമായുള്ളൊരു ബന്ധം ഉണ്ടാവില്ല. ബന്ധത്തിന്, അതായത് 3 ബന്ധങ്ങളാണ് മനുഷ്യന് പുലർത്താനുള്ളത്. ഒന്ന് ദൈവവും മനുഷ്യനും തമ്മിൽ, മറ്റൊന്ന് മനുഷ്യരും മനുഷ്യരും തമ്മിൽ, 3 മനുഷ്യനും പ്രകൃതിയും തമ്മിൽ. മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢീകരണമാണ് ദേവാലയങ്ങളിലൂടെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കേന്ദ്രം ദേവാലയമായി തീരുകയാണ്. അല്ലാതെ അതിനൊരു കേന്ദ്രം ഇങ്ങനെ നിശ്ചയിച്ചിട്ട് അവിടെ മനുഷ്യൻ ഒന്നിച്ച്, ഇപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഭൂമി മുഴുവനും ദൈവം നിങ്ങൾക്ക് ആരാധനാ കേന്ദ്രമാക്കി. ഭൂമി മുഴുവനും. പിന്നെ എന്തിനാ പള്ളി? പള്ളി പർപ്പസിനാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ തന്നെയും ഇപ്പൊ ഇവിടെ തന്നെയും ഓരോ സംഘടനക്ക് ഒരു യൂണിറ്റ് ഉണ്ടാവും, ഇതുണ്ടാവും. ആ യൂണിറ്റിലെ പ്രവർത്തകർക്ക് ഒരേ ആശയത്തിന് വേണ്ടി 8 യൂണിറ്റ് ഉണ്ടെങ്കിൽ 8 യൂണിറ്റിലെ പ്രവർത്തകരെയും ഒന്നിപ്പിക്കാനാണ് ഇത്. ഇപ്പൊ നമുക്കൊരു വലിയ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യും, കുറേ മലയാളികളുള്ള ഒരു സ്ഥാപനം. ഇപ്പം നമ്മുടെ കീഴിലും നമ്മുടെ കൂടെയൊക്കെ ഉള്ള ആളുകളെ നമുക്കറിയാം. അവിടെ വന്ന് എല്ലാവരും ഇരുന്ന് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് അതിലൊരാളെ കാണുന്നില്ല, നമ്മൾ ചോദിക്കടാ ഇന്നാളെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒന്നിച്ചിരിക്കണില്ലെങ്കിൽ. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു പർപ്പസ് ദൈവത്തെ ആരാധിക്കാൻ മനുഷ്യർ ഒന്നിച്ചിരുന്ന് ഒരേ ലക്ഷ്യത്തോടു കൂടി ഇരുന്ന് നമ്മളൊക്കെ ഒന്നാകുന്നുവെന്നും നമ്മൾ ദൈവത്തിൻ്റെ അടിമകളാകുന്നു എന്നും നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാകുന്നു എന്നും മനുഷ്യരെ ഐക്യപ്പെടുത്താനാണ് ആരാധനാലയം എന്നതും ആ ആരാധനാലയം വഴി ആരാധിക്കുന്ന ഏകനായ ദൈവത്തെയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും നീ ഇന്നത് ചെയ്യണം എന്നവനോട് പറയുകയും ചെയ്യുമ്പോൾ ആ നിയമത്തെ പാലിക്കുക എന്നത്, അനുസരിക്കുക എന്നത് മനുഷ്യൻ്റെ പ്രധാനമായ ഘടകമാണ്. ദൈവം മനുഷ്യരോട് അങ്ങനെ പറഞ്ഞു. ആ പറച്ചിൽ കൊണ്ട് എന്താണ് ദോഷം? നന്മയല്ലാതെ അതുകൊണ്ട് എന്താണ് ദോഷം? ഇപ്പം നോക്കൂ, 50 ആളുകൾ ഒരു നാട്ടിലുണ്ട്. 49 പേര് പള്ളിയിലേക്ക് ഒന്നിച്ചു പോയി, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ഒന്നിച്ചു പോയി. അവർ ആരാധിക്കുന്നിടത്തു നിന്ന് ഒരാൾ വേറിട്ട് നിന്നാൽ അയാൾക്ക് ഇവരായിട്ട് നല്ല ബന്ധമാണോ ഉണ്ടാകുക, അല്ല അയാൾ ഒറ്റപ്പെട്ടവനാകുകയാണോ ഉണ്ടാവുക എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട. പിന്നെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ഞാൻ അതനുസരിച്ച് അവനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഇപ്പം നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിനൊരു നിയമം ഉണ്ടാവും. ആ നിയമം പാലിക്കുക വഴിയാണ് ആ സ്ഥാപനത്തിലെ ഏറ്റവും നല്ലൊരു ജോലിക്കാരനവനാകുക. ദൈവം നിശ്ചയിച്ച റൂട്ട് അനുസരിച്ച് മനുഷ്യർ ആരാധിക്കുകയും നിയമങ്ങൾ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും ഇന്ന് വരെ മനുഷ്യകുലത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൻ പറയും ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ദൈവം പറയും നിങ്ങൾ എന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. വേദങ്ങളിലൊക്കെ കാണാം ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ മാത്രമല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നിട്ടൊരു ദൈവത്തെ ഒറ്റയ്ക്ക് ആരാധിച്ചോളൂ എന്ന് പറയല്ല, മറിച്ച് നിങ്ങൾ ഒന്നായി ചേരണം, മനുഷ്യരൊന്നായി ചേരണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാന്ധവ മാനവ സർവേ സ്വദേശാപനം അത്രേ. മനുഷ്യരെ നിങ്ങളൊരു തറവാട്ടിലെ അംഗങ്ങളാണ്, നിങ്ങൾ ഒന്നാണ്. ആ ഒന്നാണ് എന്ന ബോധം, ഒരേ ആരാധനാ സമ്പ്രദായമുള്ള. അപ്പോൾ എൻ്റെ ആരാധന, ഇപ്പം മുസ്ലിങ്ങളുടെ ആരാധന പള്ളിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആ പള്ളിയെ ചുറ്റിപ്പറ്റിയ മുഴുവൻ ആളുകളും 5 നേരം ഒരു സ്ഥലത്ത് ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ സ്നേഹം വളരും, അവരിൽ ബഹുമാനം വളരും, അവരുടെ ഇഷ്ടം കൂടും, അവരുടെ പ്രശ്നങ്ങളിൽ അവർ ഇടപെടും, അവർക്ക് സൗഹൃദമുണ്ടാകും, ഒരാളുടെ പ്രയാസത്തിൽ പങ്കെടുക്കാൻ കഴിയും, അവരെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയും. ഇങ്ങനെ പല കാര്യങ്ങളും ദൈവം നിശ്ചയിച്ചതിലുണ്ടാകാം. എല്ലാം നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പഠിച്ചു മനസ്സിലാക്കി വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. എനിക്ക് വളരെ ചെറിയൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. എൻ്റെ പേര് ജോസ്. മരണാന്തര ജീവിതത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അതിന് എനിക്കുള്ള സംശയം എന്താന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് മുറിവുണ്ടായാൽ മാത്രമേ ആ വ്യക്തിക്ക് മുറിവ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഖുറാനകത്ത് മുഹമ്മദ് നബി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു മരണാനന്തര ജീവിതത്തെ പറ്റി. അങ്ങനെയാണ് എങ്കിൽ മരണത്തിന് ശേഷം മുഹമ്മദ് നബി സംസാരിക്കുകയുണ്ടായോ? മീൻസ് ഏതെങ്കിലും രീതിയിൽ ഈ മരണാനന്തര ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ടോ? ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആ പോയിന്റാണ് പറഞ്ഞു. ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു കുട്ടി, ആ ഗർഭപാത്രത്തിന് പുറത്തു പോയ ഒരാൾ ഗർഭപാത്രത്തിൽ വന്നിട്ട് പറയുന്നു എന്ത് ഇങ്ങനെ ഒരു ലോകമുണ്ട്. അപ്പോൾ അവിടെ പരിശോധിക്കേണ്ട 2 കാര്യമാണ്.
ഒന്ന്, അയാൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്നുള്ളത്. 2, അയാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കള്ളം പറയുമോ എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വർഗവും നരകവും കണ്ടുവന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ കൂടെ അപാരമായ ശത്രുത ഉള്ളവരാണ് ജീവിച്ചത്. ആ ശത്രുവിൽപ്പെട്ട ഒരാളായിരുന്നു മുമ്പ് അബൂ സുഫിയാൻ, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. ഈ അബൂ സുഫിയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ്, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അബൂജഹൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശത്രുവായി പ്രവാചകന്റെ സമൂഹത്തിൽ ജീവിച്ച് ശത്രുവായി തന്നെ മരിച്ച ആളാണ്. അദ്ദേഹം പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ഭാര്യമാർ മുഴുക്ക പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ, അനുയായികളും നാടും ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ച ആളാണ് പ്രവാചകൻ. അപ്പൊ ഒരു തമാശയായി പോലും കള്ളം പറയാത്ത ഒരാളാണ് മരണാനന്തര ജീവിതമുണ്ട് എന്ന് പറയുന്നത്. മാത്രവുമല്ല, മരണാനന്തര ജീവിതമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് മാത്രമല്ല വിശ്വസിക്കുന്നത്, മരണാനന്തര ജീവിതം തെളിയിക്കുന്ന അനവധി പരാമർശങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ബുദ്ധിഭദ്രമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വളരെ കൃത്യമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ആണിന് വിപരീതമായി പെണ്ണ്, രാവിന് പകല്. അപ്പൊ ഈ ലോകത്തിനപ്പുറത്തൊരു പരലോകം. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ്, അത് നിങ്ങൾ ചിന്തിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ആ ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിച്ച നാം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്ന് പറയാൻ എന്താ പോയിന്റ്? നിങ്ങൾ ആലോചിച്ച്, ഈ സ്പീച്ചിങ് സ്റ്റാൻഡ്, ഫോർ എക്സാമ്പിൾ, ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ഇതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നെട്ടുമ്പോൾ തൊട്ട് കുടുക്കി ടൈറ്റ് ചെയ്തിരിക്കും. ഇത് മരമായിരുന്ന കാലം നിങ്ങൾ സങ്കല്പിച്ചോളൂ. കാട്ടിലെ ഒരു മരമായിരുന്നു സങ്കല്പിച്ചോളൂ. അതിനെ മില്ലിൽ കൊണ്ടുവന്ന് ഈർന്ന് പലകയാക്കി ഈ രൂപത്തിൽ മിനുസപ്പെടുത്തി ചിപ്പിലിക്ക് വിധേയമാക്കി ഇതിനെ മനോഹരമായി ഇങ്ങനെ ഈ എനിക്ക് നിന്ന് സംസാരിക്കാൻ പാകതയിൽ ചലിക്കാത്ത ഉറപ്പിലാക്കി. ഇനി ഇതിന്റെ 4 കോർണറിൽ നിന്ന് ആണി അഴിച്ചെടുത്തിട്ട് ഇതിന് റീഫിറ്റിംഗ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങളെ ആദ്യം ആര് സൃഷ്ടിച്ചു? അവന് വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ലെന്നോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് പറയപ്പെടാനൊന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ 200 കോടി 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ നിന്ന്, ഒരു പുരുഷൻ ശ്രവിക്കുന്ന 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ നിന്ന് 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്ത് ഈ മഹാസൃഷ്ടി നടത്തിയ ദൈവമാണ് പറയുന്നത്. വീണ്ടും അതെ, വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞത് ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. ഒരു മഴ പെയ്തിട്ട്, ഖുർആൻ അതിന് ഉദാഹരണം പറഞ്ഞത് ഒരു പിച്ച്, നമ്മുടെ ക്രിക്കറ്റ് പിച്ച്, ഫുട്ബോൾ പിച്ച്. അവിടെ നിങ്ങൾ ഒന്നും കാണുന്നില്ല. ആ മണ്ണ് കളച്ചു മറിച്ചിട്ടാൽ പോലും ഒരു വിത്ത് നിങ്ങൾ കാണുന്നില്ല. അവിടെ ഒരു മഴ പെയ്യുമ്പോൾ വിത്ത് പൊട്ടി ഒരുപാട് ചെടികൾ മുളയ്ക്കുന്ന പോലെ ഈ മണ്ണിൽ നിന്ന് അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കാരണം മനുഷ്യന്റെ പൂർണ്ണരൂപം ഉൾക്കൊള്ളുന്ന അജബുദ്ധനബ് എന്ന് പറയുന്ന നമ്മുടെ വാലറ്റം, നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് ഈ മണ്ണോട് മണ്ണ് ചേർന്നതിൽ നിന്ന് നമ്മുടെ പൂർണ്ണ രൂപം ഉൾക്കൊള്ളുന്ന ഒരു കോശം ഈ മണ്ണിൽ അവശേഷിക്കുകയാണ്. അതിൽ നിന്ന് പൂർണ്ണതയുള്ള ഒരു മനുഷ്യൻ, അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ചിന്തിക്കാൻ ഞാൻ പറയുന്നത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് ഈ വിധത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ചെയ്ത സൃഷ്ടാവ് നമ്മളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്ന് പറയാനാണോ തെളിവ്, ഉണ്ടെന്ന് പറയാനാണോ തെളിവ് എന്ന് ഗൗരവമായി ചിന്തിക്കുകയും വേദഗ്രന്ഥങ്ങളിലൂടെ ഗൗരവമായി പഠിച്ചാൽ ഈ ചോദ്യത്തിനെല്ലാം മറുപടി വളരെ കൃത്യമായുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, നിരന്തരമായ വായനയിൽ നിന്ന് എന്നും ആവേശമായിരുന്നു ഞങ്ങളെപ്പോലെയുള്ളവർക്ക്. സത്യമായും ഈ സത്യം കണ്ടെത്താനുള്ള വായനയിൽ നിന്ന് അത്ഭുതകരമായ ദൈവത്തിൻ്റെ കൃത്യമായ റൂട്ടിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇങ്ങനെ വിളിച്ചു ചേർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ട് അഗാധമായി ചിന്തിക്കണം എന്നാണ് എൻ്റെ സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ട ദൈവം. ഈ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഇപ്പോൾ ഈവൻ ഞാൻ, എന്നെ സൃഷ്ടിക്കപ്പെട്ട ദൈവം, എന്നിൽ ഓരോ അംശവും, എന്നിലെ നന്മയും തിന്മയും ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. ഞാൻ ജനിച്ച് വീഴുമ്പോഴും മരിക്കുമ്പോഴും എല്ലാം കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ദൈവം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത് നന്മയും തിന്മയും വെച്ചാണ്. എന്തുകൊണ്ട് ഈ ലോകത്തിൽ 2 തത്വങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു? ദൈവം, നന്മയും തിന്മയും.
അവിടെ ദൈവം കളിച്ചത് നമ്മൾ പറയുന്നില്ല, പൊളിറ്റിക്സ് കളിക്കുക എന്ന് പറയുന്നത് 2 രാഷ്ട്രീയം ഉണ്ടെങ്കിലേ ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ദൈവം ഇവിടെ നന്മയും തിന്മയും സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിന് ഈ ലോകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നന്മയും തിന്മയും വേണം. ഇല്ലെങ്കിൽ ദൈവത്തിലേക്ക് ആൾക്കാർക്ക് അടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്താഗതി കൊണ്ടാണോ ഈ ലോകത്തിൽ ഇതുപോലെ കാണുന്ന വർഗീയതയും പരസ്പരമുള്ള സ്നേഹമില്ലായ്മയും ഉണ്ടായത്? ഇത് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ദൈവം നമ്മളിലേക്ക് തന്ന നന്മ, ഒരാൾ നന്മയുള്ള ജനിക്കുമ്പോൾ നന്മയുള്ള മനുഷ്യൻ മാത്രം ഭൂമിയിലേക്ക് ജനിക്കുകയും തിന്മയുള്ള മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സ്നേഹം മാത്രം നിലനിൽക്കത്തില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. സഹോദരന്റെ ചോദ്യത്തെ പ്രശംസിക്കുകയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഈ വിഷയമൊക്കെ ഒന്ന് അഗാധമായി പഠിക്കേണ്ടത്. അപ്പം അതിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ, എല്ലാവരെയും അള്ളാഹു പൂർണ്ണ ആരോഗ്യവാന്മാരായി സൃഷ്ടിച്ചു, രോഗമില്ലാത്തവരായി സൃഷ്ടിച്ചു. പിന്നെ ശാസ്ത്രത്തിന് എന്ത് വില? ഹോസ്പിറ്റലിന് എന്ത് വില? മനുഷ്യൻ്റെ അധ്വാനത്തിന് എന്ത് വില? എല്ലാവരും രാജാവ്, എല്ലാവരും കുവൈറ്റ് ഭരിക്കുന്ന രാജാവ്. എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? എല്ലാവരും കുവൈറ്റ് ഭരിക്കുന്ന രാജാവ്, എല്ലാവരും ഏറ്റവും മുന്തിയ കാറ് മാത്രം വാങ്ങുന്നവർ. പിന്നെ ബാക്കി കമ്പനിക്ക് എന്താ പ്രസക്തി? ഇനി എല്ലാവരും നന്മ മാത്രം ചെയ്യുന്നവർ, മീഡിയക്ക് ഇവിടെ എന്താ പ്രസക്തി? ധർമാധർമ്മങ്ങൾക്ക് എന്താ പ്രസക്തി? ന്യായാന്യായങ്ങൾക്ക് എന്താ പ്രസക്തി? ഒരു വ്യക്തിയുടെ ബുദ്ധിക്ക് എന്താ പ്രസക്തി? എന്താ പ്രസക്തി? എല്ലാവരും കവികൾ, ONV കുറുപ്പ്. പിന്നെ ONV കുറുപ്പിന് എന്താ പ്രസക്തി? ലോകത്തിന് ഈ വൈവിധ്യതയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ചിലപ്പോൾ ഒരു കമ്പനിയിൽ ഏറ്റവും നല്ലൊരു ജോലി പോസ്റ്റിലായിരിക്കും. ഇവിടുത്തെ എല്ലാവരും നിങ്ങൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നിടത്താ ജോലി ചെയ്യുന്നെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഹോട്ടല്? മീൻ പിടിക്കുന്നവരൊരു വക. ജീവിതത്തിന്റെ എല്ലാവരും വ്യത്യസ്തരല്ലേ? എല്ലാവരും രാജാക്കന്മാരാണെങ്കിലോ എല്ലാവരും ചെമ്മീൻ ബിസിനസ്സുകാർ. അങ്ങനെ ഒരു ലോകം നല്ലതാണോ? അല്ല, ആ ലോകം കൊണ്ട് എന്തായിരിക്കും അവസ്ഥ? എല്ലാ പെണ്ണുങ്ങളും ഐശ്വര്യറായി. ഇത് വളരെ ഗൗരവമായി, ഇത് ഞാൻ ചിരിക്കാൻ വേണ്ടി പറയാം, വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, എല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റീൻ, എല്ലാവരും മൻമോഹൻ സിംഗ്, എല്ലാവരും പ്രധാനമന്ത്രി. അങ്ങനെയുണ്ട് ലോകത്ത്. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇത് രണ്ടും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഒരു സംഗതിക്ക് വിപരീതമായ ഒരു ഇത് വേണ്ടേ? ഒരു സംഗതിക്ക് നമ്മൾ പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ഇത് രണ്ടും പറയുന്നു. ആറ്റങ്ങളിൽ പോലുള്ളത് എന്താ? എല്ലാം വിപരീതമല്ലേ? ആ വിപരീതമാണ് ലോകത്തെ നിലനിർത്തുന്നത്. ആ വിപരീതമായ ആശയമാണ് ലോകത്തെ നിലനിർത്തുന്നത്. ഞാനെന്ന പ്രാസംഗികൻ, നിങ്ങളൊക്കെ എന്നെ പോലെ പ്രസംഗിക്കുന്നവരാണ്, പിന്നെ നിങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. ഈ വ്യത്യാസമാണ് പ്രധാനം. നമ്മൾ പറയും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ചീഫ് മുകളിലിരിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരും ആ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിലോ? അപ്പൊ ഈ വ്യത്യാസം ആദ്യമായി നമ്മൾ ഉൾക്കൊള്ളണം. ഈ വ്യത്യാസമാണ് ദൈവം സൃഷ്ടിച്ചത്. അത് ദൈവത്തിന്റെ പൊളിറ്റിക്സ് കളിക്കലല്ല, മനുഷ്യന് പരീക്ഷിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, പിന്നെ SLC പരീക്ഷ എഴുതുന്നു, എല്ലാവർക്കും റാങ്കാണ്. ആ പരീക്ഷയ്ക്ക് എന്താ പ്രസക്തി? നിങ്ങൾ ആലോചിച്ചു. ഞാൻ അവിടെ വളരെ കൃത്യമായി പറയട്ടെ, മാത്തമാറ്റിക്സിന്റെ ദാമോദരൻ മാഷ് നിന്നാണ് ഞാൻ കണക്ക് പിടിച്ച്. അതേ ദാമോദരൻ മാഷ് നിന്നാണ് എന്റെ ക്ലാസ്സിലുള്ള മനോജ് പഠിച്ച്. പക്ഷെ മനോജിന് 50-ൽ 48 എനിക്ക് 38 ഉണ്ടായിരുന്നുള്ളൂ മാത്സില്. ഞാൻ പറയുന്നത് എല്ലാവരും മാത്സിൽ 50-50 എടുക്കുക, എല്ലാവർക്കും ഫസ്റ്റ് റാങ്കാണ്. പിന്നെന്ത് പ്രസക്തിയുള്ളത്? ഒരേ അധ്യാപകൻ എടുത്ത ഒരേ സബ്ജക്റ്റിൽ മനുഷ്യൻ തന്നെ വ്യത്യസ്തമാണ്. അപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ വേഷത്തിലും ആകൃതിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. എല്ലാവരെയും അള്ളാഹു ഒരേപോലെ പടച്ചാൽ, ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയാം, എന്നെ പോലെ തന്നെയാണ് നിങ്ങളെങ്കിലോ? എന്താ അവിടുത്തെ കഥ? എന്താ അവിടെ? അപ്പൊ ഈ വൈവിധ്യത പടച്ച തമ്പുരാന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അത് അനുഗ്രഹമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് സംസാരം, നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. സഹോദരങ്ങളെ, ഏതായിരുന്നാലും എൻ്റെ സഹോദരന്റെ ചോദ്യത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനും നിങ്ങൾ കേൾപ്പിക്കാനും സാധിച്ചു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട്, പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, നിങ്ങൾക്ക് പരിചയമുള്ള, അതായത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവൃത്തിക്ക് പരിചയമുള്ളവരെയാണ് ഈ ക്ഷണിച്ച്. അപ്പൊ അവരുമായി അവരുടെ റൂമിലിരുന്ന് സംസാരിക്കാനും എനിക്ക് വളരെ സന്തോഷമാണ്. എത്ര ഡീറ്റെയിൽ ആയിട്ടും നേരം പുലരുന്നവരെ സംസാരിക്കാൻ ഇസ്ലാഹി സെന്ററും അതിനൊരുക്കമാണ്. ആരുമായും ആശയപരമായി സംസാരിക്കാനും ആ സ്നേഹം നിലനിർത്താനും അവരുടെ തെറ്റ് തിരുത്തി കൊടുക്കാനും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. കുവൈറ്റിലെ കേരള ഇസ്ലാഹി സെന്ററും
അതിൻ്റെ നേതൃത്വവും അതിൽ വിശാലമായ മാനസികാവസ്ഥയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കൂടുതൽ സമീപിക്കുകയും ഇനിയും നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ റൂമുകളിലും അല്ലാത്ത അവസ്ഥയിലും, അവിടെ നിങ്ങളുടെ റൂമുകളിലോ ഫ്ലാറ്റുകളിലോ ഇതുപോലെ ചെറിയ യൂണിറ്റുകൾ, ഒരു 4-5 ആളുകൾ ഒക്കെ കൂടുകയാണെങ്കിലും നമുക്കിരുന്ന് സംസാരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എനിക്കൊരു സംശയമുണ്ട്. ഈ താടി വളർത്തുന്നതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണെന്ന് വെച്ചാൽ പലരിലും അതിലാദ്യമായി മനസ്സിലാക്കേണ്ടത് താടിയെക്കുറിച്ച് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അഭിപ്രായ ഭിന്നതയുള്ളൊരു കാര്യം. ഞാനൊക്കെ താടി നീട്ടിയിരുന്നത്, ഇപ്പോൾ ഈ താടി ഭീകരവാദത്തിൻ്റെ താടിയാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നൊരു അനുഭവം പറയാം. തമിഴ്നാട്ടിൽ പോയി, മദ്രാസിൽ എന്നിട്ട് അവിടെ മെറ്റൽ ഡിറ്റക്ടറും ക്യാമറയും ഒക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളിങ്ങനെ കടന്നു പോവാൻ. അപ്പോൾ അവിടെ ഇങ്ങനെ അതവിടെ കടന്നുപോയി കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ആ പോലീസുകാരൻ പറഞ്ഞു, സാർ വാങ്ക സാർ, ഇങ്ങ് വാങ്ക സാർ. അപ്പം ഒരു കയ്യിലൊരു പെട്ടിയൊക്കെ ഉണ്ട്. அந்த பெட்டிக்குள்ளில் ஏதாவது இருக்கு, அவ்வளோதான் இன்ஃபர்மேஷன், ஓப்பன் பண்ணுங்க சார், அந்த பெட்டி ஓப்பன் பண்ணுங்க സാർ. വേറെ എത്ര ആൾ പെട്ടിയായിട്ട് അതിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ താടി നീണ്ടോണ്ട് എൻ്റെ പെട്ടിയിൽ ബോംബുണ്ടെന്നാണ്. അപ്പം അതിങ്ങനെ പരിശോധിച്ചപ്പോൾ 3 ദിവസത്തെ പ്രഭാഷണത്തിന് പോയതാണ് ഞാൻ അവിടെ. അപ്പം എൻ്റെ 3 ദിവസത്തെ വസ്ത്രമുണ്ട്. അപ്പം ഏതൊക്കെ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ. അതിങ്ങനെ തുറന്ന് കണ്ടപ്പോൾ പറഞ്ഞു, സീക്രം ക്ലോസ് പണ്ണുങ്ക സാർ, വേം പോങ്ക സാർ. ഞാൻ പറയുന്നത് ഈ താടി കണ്ടോണ്ടാണ്. അമൃത എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇതുപോലെ പെട്ടി വെച്ചിട്ട് ഞാൻ S3 കമ്പാർട്ട്മെന്റിൽ 32ാമത്തെ എൻ്റെ ബർത്തിൽ പെട്ടി വെച്ചിട്ട് ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോയി. ആ കമ്പാർട്ട്മെന്റിലെ മുഴുവൻ ആളുകളും ഭയങ്കര ബഹളം. വമ്പിച്ചൊരു ഭീകരവാദി ഒരു വലിയ പെട്ടി കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പൊ പൊട്ടും. പോലീസുകാർ വന്നിട്ട് ഞാൻ മൂത്രമുറിയില്ല, ഭയങ്കര കുത്ത്. ഞാൻ വേഗം ഓപ്പൺ ചെയ്ത് പാതി നിർത്തി കഴുകിയിട്ട്. അപ്പൊ സാറ് എന്താണ് ഇങ്ങോട്ട് ഇറങ്ങി പറഞ്ഞേ. ഞാൻ ചോദിച്ചു, എന്താ കമ്പനിക്ക് പോരുന്നോന്ന് പോലീസുകാരോട്. അങ്ങനെ അല്ലാതെ ഇപ്പം എന്താ ചോദിക്കണ്ടത്? മൂത്രമുറിയിൽ വന്നിട്ട് മുട്ടി പെരുമുട്ട് മുട്ടി, അതല്ലാതെ എന്താ ചോദിക്കേണ്ടത്? ഞാൻ ചോദിച്ചല്ല സാർ, എനിക്ക് മൂത്രമൊഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ, നിങ്ങളെന്തോ പെട്ടി കൊണ്ടുവരും. ഞാൻ ചോദിച്ചു, ഒരുപാട് പെട്ടി ഉണ്ടല്ലോ അവിടെ, നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നിയില്ലല്ലോ. കമ്പാർട്ട്മെന്റിലെ മുഴുവൻ ആളുകളോട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്, താടി നീട്ടി എന്നതുകൊണ്ട് എൻ്റെ പെട്ടിയിൽ ബോംബുണ്ട് നിങ്ങളൊരു അടർ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, രവീന്ദ്രനാഥ ടാഗോർ, നീണ്ട താടിയായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിന്. മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ച മഹാനാണ് അദ്ദേഹം. ചട്ടമ്പി സ്വാമികൾ നീളമുള്ള താടി, കാർൽ മാക്സ് നീളമുള്ള താടി, ഗുരു നിത്യ ചൈതന്യയതി നീളമുള്ള താടി. അതിനൊന്നും ആരും ഭീകരവാദിയായിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ താടിയിലാണോ ഭീകരവാദം? താടിക്ക് സംസ്കാരമുണ്ടോ? താടിക്ക് ചിന്തയുണ്ടോ? താടിക്ക് വികാരമുണ്ടോ? മാധവനെ കാണുമ്പോൾ താടിക്ക് ഭയങ്കര ചൂട്, ഓനെ കൊല്ലണമെന്നുള്ള ഭ്രാന്ത്. അത് താടിക്കുക മനസ്സിലല്ലേ ചങ്ങായിമാരെ? ഇനി ഞാൻ ചോദിക്കട്ടെ, മുടി രവിശങ്കർ മുടി നീട്ടി വളർത്തി, അപ്പൊ ഒരു ഭീകരവാദിയല്ല. ഇവിടെ മാത്രം വളർന്നാലേ ഭീകരവാദിയാവൂ, വേറെ എവിടെയൊക്കെ വളരുന്നുണ്ട്. മനുഷ്യന്റെ ഈ ഒരു തെറ്റായ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഗാന്ധി പാർക്കിൽ ഈ മഴക്കാലം കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്, ഭീകരവാദം താടിയിലോ എന്ന്. ഒരു ക്ലിപ്പിംഗ് പ്രോഗ്രാമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ താടിയുള്ള ശാസ്ത്രകാരന്മാർ, ചിന്തകന്മാർ, അവരെയൊക്കെ ക്ലിപ്പിംഗ് ഇട്ട് കാണിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾക്കൊന്നും താടി ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുകയാണ്. ഹിറ്റ്ലർ നിങ്ങളെടുത്തോ, മൊസോളിനി നിങ്ങളെടുത്തോ, ഇന്ത്യയിലെ സവർണ ഫാസിസ്റ്റുകളുടെ ഏറ്റവും ഉന്നതന്മാരായ, പേര് ഞാൻ പറയുന്നില്ല, ലോകം കണ്ട ഭീകരവാദികളാ. താടി നീട്ടിയവന് ഭീകരവാദം ഇല്ലാണ്ടാവും. താടി നീട്ടിയോ നന്നാവും. ഇപ്പം ഞാൻ ഈ താടിയൊക്കെ നീട്ടി വെള്ളക്കുപ്പായൊക്കെ ഇട്ട് സിനിമ തിയേറ്ററിൽ എനിക്ക് ക്യൂ നിൽക്കാൻ പറ്റുമോ? ആരെടാ നീളമുള്ള താടി, ഏതൊരു മൗലവിയുടെ നോക്കടാ. നേരെ മറിച്ച് ക്ലീൻ ഷേവ് ചെയ്തോനോ എവിടെയും പോയിക്ക, ഓൻ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ജൂതനാണോ ഒന്നും അറിയില്ല, ഓൻ എല്ലാ പണിയും പറ്റിക്കുക. ഇതൊരു അടയാളമാണ്, തിരിച്ചറിയൽ മാത്രമല്ല. ഞങ്ങൾക്കൊക്കെ എന്ത് സുഖാറിയോ, അത്യാവശ്യം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് കാണുമ്പോഴേക്ക് എണീക്കൂ സീറ്റ് ടി. ഇത് ചില്ലറപ്പെട്ട കാര്യമൊന്നുമില്ലെങ്കിൽ. ഇനി ദീനിയായി ഇതിന്റെ ഗുണം എന്താ? മതപരമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ, ഇത് പ്രവാചകന്റെ ഒരു മാതൃകയാണ്. പ്രവാചകന്റെ മാതൃക സ്വീകരിച്ച ദൈവത്തിൽ നിന്ന് കൂലിയുണ്ട് ഞങ്ങൾക്ക്. എല്ലാ പ്രവാചകന്മാരും താടി നീട്ടിയവരായിരുന്നു. യേശുക്രിസ്തുവിന് താടിയില്ലേ? മൻമോഹൻ സിംഗ് പോലും താടി വെച്ചു. ആരെങ്കിലും വിമർശിച്ചു എന്നവരെ? ഗുരുനാനാക്കിന്റെ സിദ്ധാന്തത്തിൽ നിൽക്കുന്ന സിഖുകാരൊക്കെ താടി നീട്ടുന്നു. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് താടി. ഞാൻ എന്നെ ഒരു സ്ഥലത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അർദ്ധരാത്രിയിൽ പോലീസ് നിൽക്കാൻ പറഞ്ഞു. ഇവിടുന്ന് വരുന്ന എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. നീ എന്തിനാ ഇങ്ങനെ താടി നീട്ടിയെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പോലീസുകാരനോട് ചോദിച്ചു, സാർ നിങ്ങൾ എന്താ താടി നീട്ടാതെ പഠിച്ചേ? പറഞ്ഞത് പോലീസ് നിയമമാണ്, ഞാൻ നീട്ടിയത് ഇസ്ലാമിന്റെ നിയമമാണ്.
നിങ്ങൾ നീട്ടാതിരുന്ന പോലീസ് നിയമം അത് നിങ്ങൾ പാലിച്ചു. എൻ്റെ അഭിപ്രായം നിങ്ങൾ താടി വെക്കണം, നിങ്ങൾ അംഗീകരിക്കുകയോ ചോദിച്ചു. പിളർന്നില്ല. എന്നാൽ ഞങ്ങളുടെ അഭിപ്രായം മതത്ത് താടി വെക്കണം എന്നാ. അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളും നടപ്പാക്കി, എൻ്റെ ആഗ്രഹം ഞാനും നടപ്പാക്കി. പിന്നെ രണ്ടാമത് അയാൾ എന്നോട് ചോദിച്ച് എന്തിനാ ഇങ്ങനെ നരിയാൻ്റെ മുകളിൽ പാൻറ് ഇങ്ങനെ ഉടുത്തത് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ പോലീസുകാരൻ എന്ന നിലക്ക് ഷൂവിൻ്റെ മുകളിലാണല്ലോ നിങ്ങളത്, കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നരിയാൻ്റെ താഴെ പാൻറ് പോകാൻ പാടില്ല. അപ്പം അത് പോലീസ് നിയമം, ഇത് ഇസ്ലാമിൻ്റെ നിയമം, ദാറ്റ്സ് ഓൾ. ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പോയിക്കോട്ടെ. അപ്പം മനുഷ്യൻ എന്താന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോവുകയാണ്, നമ്മളതിൽ അകപ്പെട്ടു പോവുകയാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് താടി നീട്ടൽ പ്രവാചകന്റെ സുന്നത്താണ്. വമാ കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല്ലല്ലാഹു വറസൂലുഹു അംറ. ദൈവവും ദൈവത്തിന്റെ പ്രവാചകനും ഒരു കാര്യത്തിൽ കൽപ്പിച്ചാൽ ആ മതവിശ്വാസികളുടെ ബാധ്യതയാകുന്നു താടി നീട്ടുക എന്നുള്ളത്. മാത്രവുമല്ല, ഞാനൊരു സയൻസ് ഈ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു ലേറ്റസ്റ്റ് പഠനത്തെക്കുറിച്ച് ഞാൻ അടുത്ത കാലത്ത് വായിച്ചത്. ഞാൻ അതാണെന്ന് ഉറപ്പിച്ച് പറയല്ല. അതായത് ക്ലീൻ ഷേവ് ചെയ്യുന്നവർക്ക് മുഖം കോടുക എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ വരുന്നത് താടിയും മീശയും വടിച്ചവർക്കാകുന്നു എന്ന് മോഡേൺ സയൻസ്. മുഖം കോടൽ അസുഖം ഏറ്റവും കുറവ് താടി നീട്ടിയവർക്കാകുന്നു എന്ന് പഠനവും. ഇസ്ലാം അതുകൊണ്ടല്ല കേട്ടോ താടി നീട്ടി. അത് ഞാൻ പറഞ്ഞു, മുഹമ്മദ് നബിയുടെ സുന്നത്ത്, അതിൽ നിന്ന് ദൈവത്തിന്റെ പുണ്യം കിട്ടാൻ അതിനാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മനസ്സിലാക്കുക. നമ്മുടെ സമയം അതിക്രമിച്ചു. ചോദ്യകർത്താക്കൾ ഇനിയും ഉണ്ടാവും. ഇപ്പോൾ ചോദിച്ചു കൂടുമ്പോൾ ഇങ്ങനെ കുറേ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും റൂമിലിരുന്ന് നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, സന്തോഷമാണ്. ഇസ്ലാഹി സെന്ററിനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.